നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര പുത്തൂക്കാവ് ദേവീക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. കൊടകര ഗാന്ധിനഗറിലെ ഏകലവ്യ കലാകായിക സമിതി, ചാലക്കുടി ഐ വിഷൻ കണ്ണാശുപത്രി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പും പുതിയ ആംബുലൻസിന്റെ ഉദ്ഘാടനവും ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. IBM നടത്തിയ ജെൻ AI ചലഞ്ചിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കി സഹൃദയ ഓട്ടോണമസ് കോളേജ്. ആളൂർ രാജർഷി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ കാർഷിക ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നാട്ടുചന്ത സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കൊടകര പുത്തൂക്കാവ് ദേവീക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. രാവിലെ 4 മണിക്ക് പള്ളിയുണർത്തൽ, 6 മണിക്ക് ഉഷപൂജ, പരികലശാഭിഷേകം, ബ്രഹ്മകലശം, അഭിഷേകം, ഉച്ചപൂജ എന്നിവയുണ്ടായി. തുടർന്ന് ശ്രീഭൂതബലി എഴുന്നള്ളിപ്പ്, മേളം എന്നിവയും ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രസാദ ഊട്ട്, വൈകിട്ട് 6-ന് പഞ്ചവാദ്യം, തുടർന്ന് ചുറ്റുവിളക്ക്, നിറമാല എന്നിവയും ഉണ്ടായി. മേളത്തിന് കൊടകര ഉണ്ണിയും പഞ്ചവാദ്യത്തിന് കല്ലുവഴി ബാബുവും നേതൃത്വം നൽകി. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ എടാട്ട്, സെക്രട്ടറി MN രാമൻ നായർ, ട്രഷറർ T ശിവരാമൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കൊടകര ഗാന്ധിനഗറിലെ ഏകലവ്യ കലാകായിക സമിതി, ചാലക്കുടി ഐ വിഷൻ കണ്ണാശുപത്രി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പും പുതിയ ആംബുലൻസിന്റെ ഉദ്ഘാടനവും ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 8:30 മുതൽ 12 വരെ ഗാന്ധിനഗറിൽ നടക്കുന്ന പരിപാടി TJ സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷയാകും. ദിവസം 24 മണിക്കൂറും ആംബുലൻസ് സേവനത്തിന് 8839999101 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാമെന്ന് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏകലവ്യ കലാകായിക സമിതി സെക്രട്ടറി TG അജോ, പ്രസിഡന്റ് TC ഷജിത് കുമാർ, കൺവീനർ KV ശ്രീജിത്ത്, MK ജോർജ്, പ്രദീപ് കല്ലിങ്ങപ്പുറം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 11ാമത്തെ വർഷമാണ് ഞങ്ങൾ കൊടകരയിൽ ആംബുലൻസിൻ്റെ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 3000 പേരെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ച് ഫ്രീ ആയിട്ട് തന്നെ ഫ്രീ ആയിട്ടാണ് ഞങ്ങൾ ആക്സിഡൻറ്റിൽ ഹോസ്പിറ്റലിൽ എത്തിക്കാറ്. അതുമാതിരി തന്നെ പാവപ്പെട്ട ആളുകളെ മെഡിക്കൽ കോളേജായാലും എറണാകുളം ഹോസ്പിറ്റലിലായാലും ഞങ്ങൾ ഫ്രീ ആയിട്ടാണ് ഈ സർവീസുകൾ, അതായത് ആക്സിഡൻറ്റ് സർവീസുകളെല്ലാം ഫ്രീ ആയിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ളത് ഒരു മാരുതി ഇക്കോ വണ്ടിയാണ് ഉള്ളത്. അപ്പോൾ ജനങ്ങളുടെ ഒരു ആവശ്യപ്രകാരം ഞങ്ങളത് വലിയ വണ്ടിയായിട്ട് പുതിയ വണ്ടി ട്രാവലർ വാങ്ങി, അത് ICU അതുമാതിരി ഓക്സിജൻ സൗകര്യം ഫുള്ളായിട്ടുള്ളൊരു വണ്ടിയാണ് ഇപ്പോൾ ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒരു ഉദ്ഘാടനവും പിന്നെ അതുമാതിരി തന്നെ ഈ കണ്ണിൻ്റെ ചാലക്കുടി ഐ വിഷനുമായി ടൈപ്പായിക്കൊണ്ട് നമ്മൾ നടത്തുന്ന ഈ നേത്ര രോഗ പരിശോധനാ ക്യാമ്പ്, അതിൽ വരുന്ന ആളുകൾക്ക് സൗജന്യമായ ചികിത്സ, ശസ്ത്രക്രിയ അടക്കമുള്ള തുടർ നടപടികൾ, രോഗം ഭേദമാകുന്നതിനാവശ്യമായ നടപടികളും സൗജന്യ നിരക്കിലും സൗജന്യമായും ചെയ്തു കൊടുക്കാൻ വേണ്ടി കൂടിയാണ് ഈ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്തിന്റെ സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടികളുടെ ഭാഗമായി വിത്ത് പന്തുകൾ തയ്യാറാക്കുകയും കുട്ടികൾ പരസ്പരം കൈമാറുകയും ചെയ്തു. പ്രധാന അധ്യാപകൻ T അനിൽകുമാർ വിത്ത് ബോൾ കുട്ടികൾക്ക് കൈമാറ്റം ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. B ബിജു പദ്ധതി വിശദീകരിച്ചു. അധ്യാപകരായ MR രമ്യ, S സന്ദീപ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. പന്തുകളിൽ അടക്കം ചെയ്തിട്ടുള്ള വിത്തുകൾ മഴയത്ത് മുളച്ചുപൊന്തി ഭൂമിയെ ഹരിതാഭമാക്കി മാറ്റുന്നതാണ് പദ്ധതി. ആളൂർ രാജർഷി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ കാർഷിക ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നാട്ടുചന്ത സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ വീടുകളിൽ കൃഷി ചെയ്ത ഉൽപ്പന്നങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കിയത്.
ഹെഡ്മിസ്റ്റേഴ്സ് ജൂലിൻ ജോസഫ്, അധ്യാപകരായ പ്രശാന്ത് പി രാജൻ, ലാൽ പി ലൂയിസ്, PTA പ്രസിഡന്റ് MR രാജീവ് എന്നിവർ നേതൃത്വം നൽകി. വീട്ടമ്മയായ യുവതിയെ അപമാനിക്കാൻ ശ്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. അണ്ണല്ലൂർ സ്വദേശി കുറ്റിക്കാട്ട് വീട്ടിൽ പ്രവീണിനെയാണ് ഇരിങ്ങാലക്കുട DYSP MC കുഞ്ഞുമൊയ്തീൻകുട്ടി അറസ്റ്റ് ചെയ്തത്. ജൂൺ 19-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം. ഗ്യാസ് സിലിണ്ടർ പിടിക്കാൻ സഹായത്തിനായി വിളിച്ച ശേഷം കയറിപ്പിടിക്കാൻ ശ്രമിച്ചതോടെ യുവതി ബഹളം വെച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് പോലീസിൽ പരാതിയും നൽകി. സംഭവശേഷം സ്ഥലം വിട്ട ഇയാൾ പട്ടികജാതി പീഡന നിയമപ്രകാരം പോലീസ് കേസെടുത്തതോടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങി. തുടർന്ന് ഇരിങ്ങാലക്കുട DYSPയുടെ നേതൃത്വത്തിൽ ഇയാളെ അന്വേഷിച്ചു വരികയായിരുന്നു. പടിഞ്ഞാറെ ചാലക്കുടിയിൽ ആളൊഴിഞ്ഞ വീട്ടിൽ ഒളിച്ചു താമസിക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് പോലീസ് സംഘമെത്തി പിടികൂടിയത്. വിശദമായ അന്വേഷണത്തിൽ ലഭിച്ച സൂചനകളെ തുടർന്നാണ് പോലീസ് പരിശോധന നടത്തിയത്. സംഭവശേഷം പുറം ലോകവുമായി നേരിട്ട് യാതൊരു ബന്ധവുമില്ലാതെയാണ് ഒളിവിൽ കഴിഞ്ഞിരുന്നത്. നിയമ നടപടികൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു. SI KK പ്രസാദ്, ASI M സുമൽ, സീനിയർ CPO സിദീജ, ES ജീവൻ, CPO KS ഉമേഷ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനത്തിന് മുൻപായി ഇവിടെ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് ചിറക് വിരിഞ്ഞു. MLA മണ്ഡലത്തിൽ നടപ്പിലാക്കി വരുന്ന ചിറക് പദ്ധതിയുടെ പേരിൽ ഉമ്മൻചാണ്ടിയുടെ പേരിൽ വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ നൽകി MLA സനീഷ് കുമാർ ജോസഫ്. 18-ാം തീയതിയാണ് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനം. സനീഷ് കുമാർ MLA 500 വിദ്യാർത്ഥികൾക്കാണ് അദ്ദേഹത്തിന്റെ പേരിൽ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തത്. അതും ഉമ്മൻചാണ്ടിയുടെ പത്നി മറിയാമ്മ ഉമ്മൻ, മകനും പുതുപ്പള്ളി MLAയുമായ ചാണ്ടി ഉമ്മന്റെയും സാന്നിധ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. തിരഞ്ഞെടുത്ത മണ്ഡലത്തിലെ 500 കുടുംബങ്ങൾക്ക് സ്കോളർഷിപ്പുകൾ വലിയ ആശ്വാസമായി. 5000 രൂപ വീതമാണ് ഓരോ വിദ്യാർത്ഥികൾക്കും നൽകിയത്. വിവിധ സ്ഥാപനങ്ങൾ, വ്യക്തികളുടെയും മറ്റും സാമ്പത്തിക സഹായം കൊണ്ടാണ് 504 പേർക്ക് പുരസ്കാരം വിതരണം ചെയ്തത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിച്ചു. പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ, MP ബെന്നി ബഹനാൻ, നഗരസഭാ ചെയർമാൻ AB ജോർജ്, മറിയാമ്മ ഉമ്മൻ, കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഐറിൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വേണു കണ്ഠരുമടത്തിൽ, വാർഡ് കൌൺസിലർ ബിന്ദു ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇതിനു പുറമെ മലക്കപ്പാറ തോട്ടം തൊഴിലാളികളുടെ മകൾക്ക് 8 ലക്ഷം രൂപ അടുത്ത ദിവസങ്ങളിലായി വിതരണം ചെയ്യുമെന്നും MLA സനീഷ് കുമാർ ജോസഫ് പറഞ്ഞു. എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷം. എൻ്റെ പിതാവിൻ്റെ പേരിലുള്ള ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ 8 വരെ നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ഞാൻ ആസൂത്രണം ചെയ്ത് 14 തൊട്ട് തുടങ്ങുവാണെന്നാണ് ഞാൻ വിചാരിച്ചത്. കുപ്രസിദ്ധ ഗുണ്ട MDMAയും കഞ്ചാവും ഹാഷിഷ് ഓയിലുമായി പോലീസ് പിടിയിൽ. തളിക്കുളം ഹൈസ്കൂൾ പരിസരത്തു നിന്നുമാണ് 75 ഗ്രാം MDMA, 3.5 കിലോഗ്രാം കഞ്ചാവ്, 3 ഗ്രാം ഹാഷിഷ് ഓയിലുമായി മാള സ്വദേശി വിശാലിനെ തൃശൂർ റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീമും വാടാനപ്പള്ളി പോലീസും ചേർന്ന് പിടികൂടിയത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സംഘം നാളുകളായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി അറസ്റ്റിലായത്. തീരദേശ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്തുന്ന മൊത്ത കച്ചവടക്കാരെ ലക്ഷ്യമാക്കിയാണ് പ്രതി MDMAയും കഞ്ചാവും കൊണ്ടുവന്നത്. MDMAയും കഞ്ചാവും കൈമാറുന്നതിനായി കാത്തുനിൽക്കുന്ന സമയത്താണ് പ്രതി പോലീസിന്റെ പിടിയിൽപ്പെടുന്നത്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ 7 കിലോ ഹാഷിഷ് ഓയിൽ പിടികൂടിയ കേസിൽ മുഖ്യപ്രതിയായ ഇയാൾ ഒളിവിൽ കഴിഞ്ഞു വരികയാണ് പോലീസിന്റെ പിടിയിലാകുന്നത്. ഇയാൾ മാള പോലീസ് സ്റ്റേഷൻ റൌഡിയും നിരവധി ക്രിമിനൽ കേസുകളിലെയും മയക്കുമരുന്ന് കേസുകളിലെയും പ്രതിയാണ്. തൃശൂർ എറണാകുളം മേഖലയിൽ മയക്കുമരുന്നിന്റെ മൊത്തക്കച്ചവടക്കാരിൽ പ്രധാനിയാണ് ഇയാൾ. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം കൊടുങ്ങല്ലൂർ DYSP സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിനു, SIമാരായ ശ്രീലക്ഷ്മി, മുഹമ്മദ് റാഫി, തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് SIമാരായ CR പ്രദീപ്, P ജയകൃഷ്ണൻ, TR ഷൈൻ, ഡാൻസ് ഓഫ് അംഗങ്ങളായ സൂരജ് വി ദേവ്, ലിജു ഇയാനി, PX സോണി, MV മാനുവൽ, നിഷാന്ത്, KJ ഷിൻഡോ, വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPO മനോജ്, അലി, ജിഷ്ണു എന്നിവരും ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കാലാവസ്ഥാ വ്യതിയാനവും ആഗോള താപനവും ലോകത്തെ പച്ചപ്പുള്ളതും പരിസ്ഥിതി സൌഹൃദവുമായി മാറ്റുക എന്ന ആശയം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി മുരിയാട് AUP സ്കൂളിൽ ജൂലൈ 5-ന് നിർമ്മിച്ച വിത്ത് പന്തുകൾ തരിശുഭൂമിയിലേക്ക് എറിഞ്ഞു. കർഷകൻ മോഹനൻ അണലിപ്പറമ്പിൽ ആദ്യ സീഡ് ബോൾ എറിഞ്ഞ് ഉദ്ഘാടനം ചെയ്തു. രാമചന്ദ്രൻ മാസ്റ്റർ സീഡ് ബോളിന്റെ പ്രാധാന്യത്തെപ്പറ്റി സംസാരിച്ചു. പ്രധാന അധ്യാപിക സുബി, ആളൂർ സബ് ഇൻസ്പെക്ടർ സാബു തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു.
IBM നടത്തിയ ജെൻ AI ചലഞ്ചിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കി കൊടകര സഹൃദയ കോളേജ്. അന്താരാഷ്ട്ര ജെൻ AI കോൺക്ലേവിന്റെ ഭാഗമായി കൊച്ചിയിൽ നടത്തിയ IBM വാട്സോൺ എക്സ് ചലഞ്ചിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കി കൊടകര സഹൃദയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ വിദ്യാർത്ഥി ടീം ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ്. കേരളത്തിലുടനീളമുള്ള 70 കോളേജ് ടീമുകൾ പങ്കെടുത്ത ചലഞ്ചിൽ ടീം അവതരിപ്പിച്ചത് സോൾസിംഗ് എന്ന അത്യാധുനിക നിർമ്മിതി ബുദ്ധി ഉൽപ്പന്നമാണ്. ഓർമ്മക്കുറവ് അനുഭവിക്കുന്ന പ്രായമായ വ്യക്തികൾക്ക് ഇതുവഴി അവരുടെ ഓർമ്മകൾ പുതുക്കാനും മക്കളുടെ ശബ്ദത്തിളക്കത്തിന്റെ അലേർട്ടുകൾ കേൾക്കാനും സാധിക്കും. കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥികളായ അദ്വൈത് ജയശങ്കർ, ജോയിൽ ജെയ്സൺ, റോബിൻ ഫ്രാൻസിസ്, വിവേക് KJ എന്നിവരാണ് ഈ പുത്തൻ സാങ്കേതിക വിദ്യയ്ക്ക് പിൻപിൽ. ഡെവലപ്പർമാർ, വിദ്യാർത്ഥികൾ, സ്റ്റാർട്ടപ്പുകൾ, IBM ഉദ്യോഗസ്ഥർ, സർക്കാർ ഉദ്യോഗസ്ഥർ, യൂണിവേഴ്സിറ്റി അധ്യാപകർ തുടങ്ങി 2000-ലധികം പേർ പങ്കെടുത്ത കോൺക്ലേവിൽ ഡെമോൺസ്ട്രേഷനുകളിൽ ഉൽപ്പന്നം പ്രദർശിപ്പിച്ചിരുന്നു. വർഷങ്ങളായി തരിശുകിടന്ന ഭൂമിയിൽ വിത്ത് പന്തെറിഞ്ഞ് വിദ്യാർത്ഥികൾ. സമേതം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി തൃക്കൂർ ഗവൺമെന്റ് സർവോദയ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് വിത്തുപന്തുമായി എത്തിയത്. തൃക്കൂർ സ്വദേശി രാജാറാം സ്വാമിയുടെ പറമ്പിലാണ് വിവിധയിനം വിത്തുകൾ കൊണ്ടുണ്ടാക്കിയ പന്ത് വിദ്യാർത്ഥികൾ എറിഞ്ഞത്. പദ്ധതിയുടെ ചേർപ്പ് ഉപജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് നിർവഹിച്ചു. തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം മോഹനൻ തൊഴുക്കാട്ട്, പ്രധാന അധ്യാപിക PK മിനി, PTA പ്രസിഡന്റ് VM സിനീഷ് എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6760 രൂപ, പവന് 54,080 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണം. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടകര പുത്തൂക്കാവ് ദേവി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. കൊടകര ഗാന്ധിനഗറിലെ ഏകലവ്യ കലാകായിക സമിതി, ചാലക്കുടി ഐവിഷൻ കണ്ണാശുപത്രി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പും പുതിയ ആംബുലൻസിന്റെ ഉദ്ഘാടനവും ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. IBM നടത്തിയ ജെൻ AI ചലഞ്ചിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കി സഹൃദയ ഓട്ടോണമസ് കോളേജ്. ആളൂർ രാജർഷി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ കാർഷിക ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നാട്ടുചന്ത സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.